വർഷങ്ങൾക്ക് മുൻപ് ഇലക്ട്രിക് ലൈനിൽ നിന്ന് ഷോക്കേറ്റ ഇരു കൈകളും മുറിച്ചു മാറ്റേണ്ടി വന്നതാണ് സജിക്ക്. ഭാര്യയും 2 മക്കളുമുള്ള സജിയുടെ കുടുംബം ലോട്ടറി വിൽപ്പനയിലൂടെയാണ് ഉപജീവനമാർഗം കണ്ടെത്തുന്നത്. കാലിന് വെരിക്കോസ് വെയിൻ വന്ന് ആരോഗ്യം മോശമായപ്പോൾ കഴിഞ്ഞ 1 വർഷം ലോട്ടറി ലൈസൻസ് പുതുക്കിയില്ല. ആരോഗ്യം വീണ്ടെടുത്തതോടെ ലൈസൻസ് പുതുക്കാൻ അപേക്ഷിച്ചു. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഒരു കനിവും ഉണ്ടായില്ല. കഴിഞ്ഞ 3 മാസങ്ങളായി ലോട്ടറി ഓഫീസിൽ കയറിയിറങ്ങുകയാണ് സജി. ഏപ്രിൽ പകുതി വരെ ഞാൻ വെയിറ്റ് ചെയ്തു. ഏപ്രിൽ പകുതി വെയിറ്റ് ചെയ്തപ്പോൾ ക്യാൻസൽ ആയി കഴിഞ്ഞ് വേറെ പുതിയ ആപ്ലിക്കേഷൻ വെച്ചാൽ പറഞ്ഞു. പുതിയ ആപ്ലിക്കേഷൻ അവർ പറഞ്ഞ പേപ്പറുകളെല്ലാം സബ്മിറ്റ് ചെയ്ത് 200 പത്രം മേടിച്ച് എഗ്രിമെൻറ്റും കൊടുത്തു. എഗ്രിമെൻറ്റും ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ പറയുകയാണ് പഴയ ആപ്ലിക്കേഷൻ കമ്പ്യൂട്ടർ കിടക്കണ കാരണം പുതിയ ആപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റില്ല എന്ന്. അപ്പോൾ ഇത് എന്ന് ചെയ്യാൻ പറ്റുന്ന തിരുവനന്തപുരത്ത് ഓർഡർ വരുന്ന പറഞ്ഞു. ഞാനൊരു 15 പ്രാവശ്യമെങ്കിലും ഇവിടെ കയറി ഇറങ്ങി. ഞാൻ 3 മാസമായി. വേറെ ഒരു മാർഗ്ഗമില്ല. ജീവിതമാർഗ്ഗം എൻ്റെ ലോട്ടറിയാണ്. ഈ ലോട്ടറി വിറ്റാണ് ഞാൻ ജീവിച്ചിട്ടുണ്ടെങ്കിൽ പെരുമ്പാവൂർ KSR സ്റ്റാൻഡിലാണ് ലോട്ടറി വിൽക്കുന്നത്. ഇപ്പോൾ ലോട്ടറി മാഫിയുടെ കയ്യിലാണ് ലോട്ടറി. ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് ജീവിക്കാൻ വേണ്ടിയാണ് ഇത്. ഞങ്ങളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ 1-2 ബുക്ക് എടുക്കുന്ന ആൾക്കാർക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇവർക്ക് വലിയ താല്പര്യമില്ല. ഒഴിവാക്കി വിടാനാണ് നോക്കുന്നത്. ഞങ്ങളെപ്പോലുള്ളവർക്ക് സെയിൽ കുറവാണ്. 1 ബുക്ക് 2 ബുക്ക് വിൽക്കാൻ പറ്റില്ല. എനിക്ക് ഏജൻസി ഇല്ലാതെ ഞാൻ പുറമേ നിന്ന് എടുക്കണേ. 7 രൂപ 40 പൈസ കിട്ടുന്നുള്ളൂ നമുക്ക്. അപ്പോൾ 50 ടിക്കറ്റ് വിറ്റ് കഴിഞ്ഞാൽ 350 രൂപയൊക്കെ നമുക്ക് കിട്ടുന്നുള്ളൂ. ഞാനിങ്ങനെ ഈ ബാഗിനകത്ത് വെച്ചാണ് ടിക്കറ്റ് വിൽക്കുന്നത്. ഈ ബാഗ് പോക്കറ്റ് ഉണ്ട്. ഇതിൻ്റെ ഈ പോക്കറ്റിൽ തുറന്ന് ഈ പോക്കറ്റിൽ വെച്ചാണ് ടിക്കറ്റ് ബസ്സിൽ കയറി വിൽക്കുന്നത്. എന്നെ സംബന്ധിച്ച് ഇതല്ലാതെ വേറെ തൊഴിൽ ചെയ്യാൻ പറ്റില്ല. 100 പേര് എടുത്തില്ലെങ്കിലും ഒരു 50 പേരെങ്കിലും നമ്മുടെ ലോട്ടറി എടുക്കും, അല്ലെങ്കിൽ 25 പേരെങ്കിലും നമ്മുടെ ലോട്ടറി എടുക്കും. ഈ വൈകിലുള്ളതുകൊണ്ട് തൊഴിൽ ചെയ്യുന്നതുകൊണ്ട് പ്രോത്സാഹിപ്പിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. എനിക്കൊരു ഉപജീവന മാർഗ്ഗമാണ്. എൻ്റെ ഏജൻസി എനിക്ക് കണ്ടിന്യൂ ചെയ്ത് തരണം. ഉദ്യോഗസ്ഥ തലത്തിൽ തീർക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷേ സജിയെ ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. സജിയെ കണ്ടാൽ ഒരു കരുണയെങ്കിലും ആ ഉദ്യോഗസ്ഥർക്ക് തോന്നേണ്ടേ. മന്ത്രിതലത്തിലെങ്കിലും ഒരു ഇടപെടലുണ്ടായി സജിയുടെ പ്രശ്നം എത്രയും പെട്ടെന്ന് പരിഹരിച്ചു നൽകണം. വിജേഷ് പുതുവാച്ചേരിക്കൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. ശ്യാമപ്രസാദ് ഉത്തമൻ തന്നെ നമ്മുടെ കൂടെയുണ്ട്. ശ്യാം, ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ പ്രശ്നമാണ്. എന്താണ് ഇത്ര കനിവില്ലാതെ പോകുന്നത്? ആ ലൈസൻസ് പുതുക്കി നൽകാൻ എന്താണ് ഇത്ര പ്രയാസം? എത്ര മാസമായിട്ട് ആ മനുഷ്യൻ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുകയാണ്? മൂവാറ്റുപുഴ തൃക്കളത്തൂർ സ്വദേശിയായിട്ടുള്ള സജിക്ക് 2 കൈകളും നഷ്ടമായി. അത് വർഷങ്ങൾക്ക് മുമ്പാണ്. മുംബൈയിൽ വെച്ചാണ് വൈദ്യുതി ലൈനിൽ നിന്നും ഷോക്കേറ്റതാണ്. ഈ 2 കൈകളും നഷ്ടപ്പെട്ട സജിയെ പോലെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടൊക്കെയാണ് സംസ്ഥാനം ഈ ലോട്ടറി തൊഴിൽ തന്നെ അതിന് കൂടുതൽ പ്രാമുഖ്യം നടത്തുകയും അതോടൊപ്പം തന്നെ ആ ലോട്ടറി വകുപ്പ് അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളുമൊക്കെ ചെയ്യുകയുമെല്ലാം ചെയ്യുന്നത്. എന്നാൽ സജി ഇപ്പോൾ നേരിടുന്ന പ്രശ്നം എന്ന് പറയുന്നത് തനിക്ക് മുമ്പുണ്ടായിരുന്ന ആ ഒരു ലോട്ടറി ഏജൻസിയുടെ ലൈസൻസ് അത് കഴിഞ്ഞ 1 വർഷം സജിക്ക് പുതുക്കാനായില്ല. ശാരീരികമായ അസ്വസ്ഥതകൾ, കാലിന് വെരിക്കോസ് വെയിൻ വരികയും അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട ചികിത്സയും കാര്യങ്ങളുമൊക്കെ നടത്തുകയും ഒക്കെ ആയിരുന്നു. ആ സമയത്ത് പുതുക്കാനായിട്ട് സാധിച്ചില്ല. അങ്ങനെ പുതുക്കാൻ സാധിക്കാതെയോടെയാണ് അപ്പോൾ വീണ്ടും തൻ്റെ ഈ ഒരു ലോട്ടറി ലൈസൻസ് പുതുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ഓഫീസുകൾ കയറി ഇറങ്ങാൻ തുടങ്ങിയത്. ഏകദേശം 3 മാസത്തിലധികമായി. ഇത് യഥാർത്ഥത്തിൽ ആ ഉദ്യോഗസ്ഥർ വിചാരിച്ചാൽ സജിയെ കണ്ടാൽ ആർക്കും ആ ഒരു കാര്യം ചെയ്തു കൊടുക്കാൻ തോന്നും. കാരണം 2 കൈകളും നഷ്ടപ്പെട്ട ആ ഒരാൾ ഈ ലോട്ടറിയാണ് അദ്ദേഹത്തിൻ്റെ ഉപജീവന മാർഗം. ആ ഉപജീവന മാർഗത്തിന് വേണ്ടി ഏകദേശം നാളുകളായിട്ട് ഇങ്ങനെ കയറി ഇറങ്ങി ഓഫീസുകൾ കയറി ഇറങ്ങേണ്ട ഒരു ഗതികേട് അത് ഇനി ആർക്കും വരാതിരിക്കട്ടെ. സജിയുടെ ഈ വിഷയം എത്രയും പെട്ടെന്ന് ഉദ്യോഗസ്ഥ തലത്തിൽ ഒരു ഇടപെടലുണ്ടായി. അത് ഈ ലൈസൻസ് കേവലം ഉദ്യോഗസ്ഥർ മാത്രം വിചാരിച്ചാൽ നടക്കാവുന്ന കാര്യമാണ്. തീർച്ചയായിട്ടും. എന്നിട്ടാണ് ഈ 3 മാസത്തോളം ഇട്ട് ആ സജി എന്ന് പറയുന്ന ആൾ ഇത്രയും കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ലൈസൻസ് പുതുക്കി നൽകുക തന്നെ വേണം. കാരണം എത്രയെന്ന് വെച്ചിട്ടാണ് ഒരു മനുഷ്യൻ ഇങ്ങനെ കയറി ഇറങ്ങുന്നത്. അപ്പോൾ അധികൃതർക്ക് മുന്നിലേക്ക് ഈ വാർത്ത എത്തിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാകണം. ആ മനുഷ്യനോട് ഇത്തിരിയെങ്കിലും കരുണ കാണിക്കണം. ശരി ശ്യാമ.